ഒന്നെങ്കിൽ നിങ്ങൾ അവകാശം എന്താ, അതല്ലേ എനിക്കിത് വിൽക്കാണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചോളമണ്ഡലം പോലുള്ള ഫിനാൻസ് കാരണം എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്, എത്ര പേരുടെ ജീവനുകൾക്കാണ് കണക്ക് പറയുന്നത്. ഒരു 5 വർഷം ആയ ലോണിന് ഞാൻ 32 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി വലിയ അഴീക്കലാണ്. നമുക്ക് അറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപാണ് അഴീക്കൽ സ്വദേശിയായിട്ടുള്ള അശ്വതി ചോളമണ്ഡലം ഫിനാൻസിന്റെ പീഡനത്തെ തുടർന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരുപാട് തവണ ഞങ്ങൾ ഇവിടെ വന്നു. കഴിഞ്ഞ തവണ അശ്വതി ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. അശ്വതി ഇപ്പോൾ ശരിക്കും ഈ വീടിനുള്ളിൽ കയറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ അശ്വതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അശ്വതി, ഇങ്ങനെ കയറി താമസിക്കുന്നത് നിയമവിരുദ്ധമാണ്, നമുക്കറിയാം. അത് കുറ്റമാണെന്ന് നമുക്കറിയാം. പക്ഷെ എനിക്ക് ഇതല്ലാതെ വേറൊരു മാർഗമില്ല. നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ ഈ വീട് 40 ലക്ഷം രൂപയുടെ ഒരു സാധനമാണ്. ബാങ്ക് അത് വെറും 24 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനും എന്നെയും മക്കളും കൂടി ഇനി എന്ത് ചെയ്യും? എനിക്ക് ഇതിന്റെ ഇതല്ലാതെ നമുക്ക് പുറത്ത് കുറച്ച് ബാധ്യതകളുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്കൊരു വീട് പോലും ഇനി വേണ്ട, എനിക്ക് ഈ വീടും വേണ്ട. അവരെടുത്തിട്ട് എനിക്ക് മാന്യമായ ഒരു തുകതാ, ഞാൻ അതുമായിട്ട് പോയിക്കോളാം. എല്ലാവരും പറയുന്ന ലോൺ എടുത്ത് പുട്ടടിച്ചതാണ്, ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ വന്നതാണ്, അങ്ങനെ പുട്ടടിച്ചതാണ്, അങ്ങനെ ചെയ്തു, ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്തതല്ല. ഞാൻ 2021 ഒക്ടോബറിൽ എടുത്ത ലോണാണ്. ഞാൻ 6,90,000 രൂപ തിരിച്ചടച്ച്. ഇനി 15 വർഷത്തെ ലോണിൽ ഇനി 10 വർഷം എൻ്റെ ലോൺ ഉണ്ട് അടയ്ക്കാനായിട്ട്, വർഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട്, എനിക്കൊരു തലവേദന വന്ന് കാഴ്ച നഷ്ടപ്പെട്ട് ഇവിടെ അഹല്യയെ കൊണ്ടുവന്നപ്പോൾ അവർ കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് എന്നെ പ്രൈവറ്റിൽ കൊണ്ടുപോയി. പെട്ടെന്ന് അവർ എന്ത് ചെയ്യും? 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ 3 കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്ന് എന്നെ ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ 30 ദിവസം കിടന്നു. ഞാൻ കൊല്ലത്ത് അഷ്ടമുടി ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാമായിരിക്കും, അവിടെ ഞാൻ ന്യൂറോ സർജൻ്റെ അടുത്ത് കിടന്നു. അവിടെ ഒന്നും എനിക്ക് മാറ്റം വരാതെ എന്നെ തിരുനെൽവേലി അരവിന്ദ് എൻ്റെ ചികിത്സാ രേഖകളെല്ലാം ഉണ്ട്. ആ സമയത്ത് എനിക്ക് ലോൺ അടയ്ക്കാനോ ഇതൊന്ന് വിൽക്കാൻ നടക്കാനോ പറ്റിയില്ല. എല്ലാവരും പറയും വിറ്റ് കൊടുക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ വിറ്റ് കൊടുക്കാം. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ട് ഒരാൾ വന്ന് നമുക്ക് മാന്യമായിട്ടൊരു വില പറയുന്നില്ല. എല്ലാവരും നമുക്ക് വസ്തു വിറ്റു, ബാങ്ക് തന്നെ ഏറ്റെടുത്ത് വിറ്റു, വാങ്ങിച്ചു എന്നാണല്ലോ പറയുന്നത്. അവർ 24 ലക്ഷം രൂപയ്ക്ക് പുറത്തൊരാൾക്ക് കൊടുത്തു. പുറത്ത് കൊടുത്ത അവര് പറയുന്നത് ഞങ്ങൾ 24-നല്ല 35-നാണ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചത്. അവര് തെളിവ് കാണിക്കുന്നില്ല. നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സ് ആണ്. അവരെ ഓരോരുത്തരോടും പറയുന്നത് ഞങ്ങൾ 35 ലക്ഷം രൂപയ്ക്ക് താലൂക്കിൽ കൊണ്ട് അടച്ച് വാങ്ങിച്ചതാണ്, ഞങ്ങൾക്ക് 35. അപ്പൊ ബാങ്ക് പറയുന്നത് 24 ലക്ഷത്തിനാണ്. അപ്പൊ ബാക്കി പൈസ എന്തേ? അവര് പറയുന്നത് ഞങ്ങൾക്ക് 1 രൂപയില്ല. അപ്പൊ ഇവര് ഈ 35 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസ കാണണ്ടേ? ഞാൻ 7 ലക്ഷം രൂപ, 6,90,000 രൂപ അടച്ച് ഇനി 24 ലക്ഷം, ഒരു 5 വർഷം ആയ ലോണിന് ഞാൻ 32 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ എൻ്റെ സകല രേഖകളും കോടതി ഹാജരാക്കിയതാണ്. ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് 6 മാസം എടുത്ത് ഞാൻ റിക്കവറായി വരാനായിട്ട്. ഇപ്പോഴും ഞാൻ ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ അവകാശം എന്താ, അതല്ലേ എനിക്കിത് വിൽക്കാണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിറ്റിട്ട് എനിക്ക് അവകാശപ്പെട്ട പൈസ താ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ അടയ്ക്കത്തില്ലെന്നൊന്നും ആരോടും. ഞാൻ ഈ കുഞ്ഞുങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്, അശ്വതിയുടെ വീടിന് ചുറ്റും പോലീസുകാർ അശ്വതി വീടിനകത്തേക്ക് ശരിക്കും അതിക്രമിച്ച് കയറി വരുത്തക്ക രീതിയിലായിരുന്നല്ലോ. അതെ. അവരുടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഹൈക്കോടതി കേസ് വന്ന് അപ്പൊ അവിടെ ചെന്നപ്പോ ഞാനും ഒരു വക്കീലിനെ കണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ് അവർക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ഈ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കും. 2 എണ്ണം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അംഗീകരിക്കും. 10 വർഷം കൊണ്ട് അതിനുള്ളിൽ ഞാൻ അടച്ചു തീർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വിറ്റതിന്റെ ബാക്കി 20 ലക്ഷം രൂപ എനിക്ക് താ. അത് രണ്ടും ഇല്ല, അവർക്ക് അതൊന്നുമില്ല. ഞാൻ 15 ദിവസം കൊണ്ട് വിൽക്കണമെന്ന്. ഞാൻ ഈ 15 ദിവസം കൊണ്ട് എങ്ങനെ ഇത് വിൽക്കും? ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സാധാരണ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് അവർ ചിന്തിക്കും ഇത് മേടിച്ചാൽ എന്താകും, എങ്ങനാകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവരത് ഈ മേടിച്ചെന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ബാങ്കുമായിട്ട് നേരത്തെ വണ്ടി എടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അയാൾ അതിനകത്ത് ചെന്നതും ബാങ്ക് അവരെ കോൺടാക്ട് ചെയ്തത് മേടിപ്പിച്ചു. അത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഇവരിപ്പോ പുറത്ത് 35 പറയുമ്പോൾ ബാക്കിയുള്ള കടക്കാരൻ ഞങ്ങളെ വെറുതെ വിടുവോ? ഞാൻ ഈ കുഞ്ഞുങ്ങളോട്ട് എവിടെ പോയി ജീവിക്കും? ശരിക്കും ഇങ്ങനെ അതിക്രമിച്ച് ഇവിടെ കയറി താമസിക്കുക എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് അല്ല. നാളെ എങ്ങനെ ഫേസ് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് വേറെ മാർഗമില്ല. ഇതില് നല്ലത് മരണമാണ്. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നാളെ ഈ ആൾക്കാരെല്ലാം പറയത്തില്ല നീ ഒന്നും ചെയ്തില്ലല്ലോ, നീ നേരത്തെ ഇത്. എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അവരെന്റെ മക്കളല്ലേ, അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവർക്ക് വേണ്ടി ഞാൻ തെരുവില്ല. 2 പെൺകുട്ടികളെ കൊണ്ട് തെരുവ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ട് എൻ്റെ ഒരു നമ്പർ കൊടുത്ത്, നിങ്ങൾക്കറിയത്തില്ല അതിനകത്ത് എന്തുമാത്രം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാതെയായിരുന്നു എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാർ നമ്മളെ സഹായിക്കാനല്ല കൂടുതലും വിളിക്കുന്നത്. അപ്പൊ ഈ 2 പെൺകുട്ടികളെ കൊണ്ട് ഞാൻ പുറത്തു പോയി എങ്ങനെ താമസിക്കും? പറ, പുറത്തു പോയി എങ്ങനെ താമസിക്കും? ഹസ്ബൻഡ് ഇപ്പൊ എല്ലാവരും ചോദിക്കും ഹസ്ബൻഡ് ഒരു ജോലിക്ക് പോയി എന്നും മക്കളെ നോക്കി ഇരിക്കാൻ പറ്റുമോ? ജോലിക്ക് പോകണ്ടേ?
ശരിക്കും വലിയ സങ്കടം തന്നെയാണ് അശ്വതിയുടെ അവസ്ഥ. അശ്വതി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഞാൻ ബാങ്കിനെതിരെ ഞാൻ ബാങ്കിന്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് പോയിരുന്ന് സമരം ചെയ്യും. ഞാൻ അതിനുവേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ അതിന്റെ മുമ്പിൽ ചെയ്യും. എന്നെ ഈ വീഡിയോ ആദ്യം സത്യത്തിൽ എന്നെ പെട്രോളുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി വന്നേ. അന്നേരം നിങ്ങളൊരു വീഡിയോ, നിങ്ങളെ ഞാൻ ലോകം അറിയണം, ഈ കാര്യം എന്താണെന്ന് അറിയണമെന്ന് കരുതി നിങ്ങളെ കൊണ്ടപ്പോൾ അവർ ബാങ്കുകാർ, നിങ്ങളെ ഇപ്പോൾ കണ്ട വീഡിയോ കണ്ടു കാണാം. ആ ഒരു സാറ് പറയുന്നത് നീ പിന്നെ ഒരു സംഘടനയെ കണ്ടോണ്ടാണ് ചെയ്യുന്നത്, സംഘടനയാണ് എനിക്ക് പെട്രോൾ തന്നത്. സത്യത്തിൽ അവർക്കൊരു ബന്ധവുമില്ല. അവരെന്നോട് പറയുന്ന ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നീ ആത്മഹത്യ ചെയ്യേണ്ട ആളല്ല. പക്ഷെ സംഘടനയാണ് എന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ബാങ്കുകാർ പറയുന്നത്. ബാങ്കുകാർ ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘടന ഉള്ളത് കൊണ്ട് ഞാനും ഇന്നും എൻ്റെ കുഞ്ഞുങ്ങളെ ജീവിച്ചിരിക്കുന്നു. കാരണം അവരാണ് മാനസികമായിട്ട് എനിക്ക് സപ്പോർട്ട് തരുന്നത്. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എല്ലാത്തിനും വഴിയുണ്ട് എന്ന് പറയുന്നത് അവരാണ്. അവിടെ വരുന്ന സാറന്മാർ, ഇത്രയും പോലീസുകാരും സാറന്മാരും എല്ലാം നിൽക്കുമ്പോഴും ഒരാൾ എന്നോട് സംസാരിക്കുന്ന ഭാഷ നിങ്ങൾ നോക്കണം. നീ ഒരു സംഘടനയെ കണ്ടല്ലേ, നീ ഇപ്പൊ RBI ഒരു പുതിയ റൂള് വന്നായിരുന്നു, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്ന ഒരാളെ നീയെന്നോ അനാവശ്യമോ സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവര് നീയെന്നും പോലീസിന്റെ മുമ്പിൽ വെച്ച് വിളിക്കുമ്പോൾ അവര് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ എന്തൊക്കെ നമ്മളോട് സംസാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ചോളമണ്ഡലംകാർ ഗുണ്ടകളാണെന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവരെ ഒന്നും സാറെന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. ഇവരെ ഒന്ന് സാറെന്ന് പറഞ്ഞാൽ നമ്മളോടും അതേ രീതി. നമ്മൾ മേടിച്ച് കട്ടോണ്ട് വന്നത് കൊലപാതകയൊന്നും അല്ലായിരുന്നു. ഞാൻ ലോൺ എടുത്ത് ശരിയാണ്, അടച്ചിട്ടില്ല. അതെന്റെ സാഹചര്യം അതായത് കൊണ്ടാണ് ഞാൻ അടയ്ക്കാതിരുന്നത്. അശ്വതിയുടെ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ അശ്വതി ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ അശ്വതിയെ കാണാൻ വന്നപ്പോൾ ശരിക്കും ആത്മഹത്യയുടെ വക്കിൽ തന്നെയായിരുന്നു, പെട്രോളുമായി തന്നെയായിരുന്നു അശ്വതി നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അശ്വതിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് അല്ലെങ്കിൽ ആ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നത്. ഇനി വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അശ്വതിയുടെ തീരുമാനം. ഏതായാലും ഇത്തരത്തിലുള്ള ഫിനാൻസുകാർക്കാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ചോളമണ്ഡലം പോലുള്ള ഫിനാൻസുകാരനെ എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്, എത്ര പേരുടെ ജീവനുകൾക്കാണ് കണക്ക് പറയുന്നത്. ഏതായാലും നമുക്ക് അശ്വതിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്.